ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ സച്ചി. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല എന്ന് വിചാരിച്ച് സച്ചിനെ ഒരിക്കലും സങ്കടപ്പെടേണ്ട, ഞാനൊരു ഭാര്യ മാത്രമല്ല സച്ചിയുടെ ഒരു അമ്മയും കൂടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം കട്ടിലിൽ വന്നിരുന്നിട്ട് സച്ചിനോട് തൻ്റെ മടിയിലേക്ക് കടക്കാനായിട്ട് രേവതി ആവശ്യപ്പെടുകയാണ്. സച്ചി മടിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരമ്മയെപ്പോലെ തന്നെ രേവതി തലയിൽ തലോടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കാൻ നേരം പുലർന്നതിന് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചന്ദ്രയും കുടുംബവും എല്ലാവരും തന്നെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ ചന്ദ്ര, അതിന് മുന്നേ നീ രേവതിനെയും സച്ചിനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങിയെന്ന് ചോദിക്കാൻ കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചി രേവതി വേഗം തന്നെ കട തുറക്കാൻ നോക്ക്, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സൊക്കെ നിന്നെ നോക്കി ക്യൂ നിൽക്കുകയായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, പിന്നെ ഇതൊരു ഷോപ്പിംഗ് മാളല്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വന്ന് നിൽക്കാനായിട്ട്, നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് കട തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം ഇടുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിക്കുകയാണ് ചന്ദ്ര. വേഗം തന്നെ സച്ചി പറയുന്നുണ്ട്, അതെ ഇപ്പോൾ ഒരു ചെറിയ കടയായിരിക്കും, ഇപ്പം 4 ആൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലായിരുന്നു വീട്ടിൽ വന്ന സമയത്ത് എത്ര പേരെ വിളിച്ചത് രേവതി കട തുറക്കാത്ത എന്താന്ന് ചോദിച്ചുകൊണ്ട്. അതുമാത്രമേ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഇപ്പം രേവതിക്കുണ്ട്, അതുകൊണ്ട് തന്നെ രേവതിനെ ഈ അടുത്ത് ഇലക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ജയിക്കും 2 വോട്ട് കിട്ടും, നിന്റെയും ഇവളുടെയും. ഈ ഒരു സമയം തന്നെ മഹേഷ് ബാക്കിയുള്ളവരും കൂട്ടിക്കൊണ്ട് വണ്ടിക്ക് അങ്ങോട്ട് വരികയാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ചന്ദ്ര വീണ്ടും തുടങ്ങിയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ചിലരൊക്കെ പറഞ്ഞിരുന്നല്ലോ ശ്രുതിയുടെ അച്ഛനും ഇളയച്ചനും ആരെങ്കിലൊക്കെ വരുമോ നോക്കാമെന്ന്, ഇത് കണ്ടില്ലേ വന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നത്, ശ്രുതിക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് കയ്യിലിടാൻ ചെയിന്, എന്തൊക്കെ കൊണ്ടുവന്നെന്ന് നോക്ക്, ഇപ്പം മനസ്സിലായില്ലേ ശ്രുതി ആരാണെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഇവൾ ആരാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു, ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവക്കടെ ഇളയച്ചൻ വന്നു പോയപ്പോൾ തീർച്ചയായിട്ടുണ്ട്, എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മുടെ ശ്രീകാന്തിനോടായിട്ട് വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് ആകെ ടയേർഡാണ്, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ജോലിക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവാണ്. തൊട്ടുപുറകെ തന്നെ രേവതി തുണികളെല്ലാം കൂടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടേക്കായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇതൊക്കെ ഒന്ന് കൊണ്ടേ വെച്ചിട്ട് വേണം അമ്മ എനിക്ക് പോയി കട തുറക്കാനെന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, കട തുറക്കാനോ ഇപ്പോഴോ, അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഭക്ഷണക്കാരുണ്ടായി കൊടുക്കും, ഇവിടെ ചായ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ജോലിക്കൊക്കെ പോകാൻ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും, അമ്മയെ കട തുറന്നിട്ടില്ല, ഇത്ര ദിവസം അടച്ചിട്ടുകൊണ്ട് തന്നെ അതിൻ്റെതായ നഷ്ടം ഉണ്ടാവും എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, പിന്നെ കോടിക്കണക്കിനല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, ആ കട തുറന്നില്ലെന്ന് വെച്ചൊന്നും ഒരു കുഴപ്പമില്ല രവിയേട്ട, എങ്ങനെയെങ്കിലും ആ കടയൊന്ന് പൂട്ടിക്കണം എന്നൊക്കെ നമ്മുടെ ചന്ദ്ര രവിനോടായിട്ട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ശ്രുതി. വേഗം തന്നെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും, നിൽക്കട അവിടെ, നിന്റെ റൂം ആരും കൊണ്ടുപോകുന്നു വിചാരിച്ച് പേടിച്ചിട്ടാണ് നീ റൂമിലേക്ക് ഓടി കയറുന്നതെന്ന് നമ്മുടെ സച്ചി ശ്രുതിയോടായിട്ട് ചോദിക്കുകയാണ്. എടാ ഞാൻ എൻ്റെ റൂമിലേക്കല്ലേ പോകുന്നത്, അതിന് നിനക്ക് എന്താണെന്ന് ശ്രുതി തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെ ചന്ദ്ര പറയും, ഏത് സമയത്ത് ശ്രുതിയെ നേരിൽ കണ്ടു അവൻ അപ്പം തന്നെ തുടങ്ങും, നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പൊക്കോ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം രേവതിയോടായിട്ട് ബാക്കി പണികളൊക്കെ തീർക്കണം, അവിടെ നല്ല രുചിയോടുകൂടി ഭക്ഷണം കഴിക്കാനേ സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതിന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കളും കൂടിയിട്ടല്ല എല്ലാം ഉണ്ടാക്കിയത്, പിന്നെ ഇങ്ങനെ രുചി ഉണ്ടാവുമെന്നൊക്കെ സച്ചി മറുപടി പറയുകയാണ്. സച്ചിയുടെ മറുപടി ശരിക്കും അടി കിട്ടിയ പോലെ ആവട്ടെ ചന്ദ്രയ്ക്ക്. ചന്ദ്ര പറയുക, എൻ്റെ വീട്ടിലേക്ക് തിരികെ വന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത്, എൻ്റെ വീടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, കടക്കാൻ റൂം പോലും ഇല്ല, നീ കാരണമല്ലേടാ എൻ്റെ റൂം നഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ സച്ചിയോടായിട്ട് ചോദിക്കുകയാണ്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, നീ വീണ്ടും വന്ന് റൂമിലേക്ക് തന്നെ കയറി പിടിച്ചല്ലേ, ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഈ വീട്ടിലൊരു റൂമും കൂടെ കൂട്ടിയെടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് രവി പറയുമ്പോഴത്തേക്കും ചന്ദ്ര ചിന്തിക്കുകയാണ്, ഒരു റൂമും കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ രേവതിനെ സച്ചിനെ ഹാളിൽ കടത്തുന്ന കാര്യം നടക്കില്ലല്ലോ എന്നൊക്കെ ചന്ദ്ര ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ആലോചന കണ്ടുകൊണ്ട് രവിയും സച്ചിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ശേഷം ഒന്നും മിണ്ടാൻ തന്നെ സച്ചി അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് ചായ കുടിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത്, അയ്യോ ഇത് അച്ഛൻ്റെ ചായയാണ്, അച്ഛൻ്റെ ചായക്ക് മധുരം ഇട്ടിട്ടില്ല എന്ന് പറയുകയാണ്. വേഗം തന്നെ വേറെ ഗ്ലാസ് എടുത്തതിന് ശേഷം ഇങ്ങനെ സച്ചി ചിന്തിക്കാണ്ടോ, അപ്പോൾ ഇത് അച്ഛൻ്റെ ഗ്ലാസ്, ഇത് അമ്മയുടെ ഗ്ലാസ്, അമ്മയ്ക്കൊരു പണി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് 3-4 സ്പൂൺ പഞ്ചസാരയും കൂടി ആ ചായയിലേക്ക് എടുത്തിടുകയാണ്. എന്നാൽ ഇതൊന്നും രേവതി കാണുന്നില്ല കേട്ടോ. രേവതി അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. സച്ചി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ രേവതി അച്ഛനും അമ്മയ്ക്കുള്ള ചായ ആയിട്ട് ഹാളിലേക്ക് ഇല്ലാണ്. രവി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ചന്ദ്രയും ചായ കുടിച്ചുകൊണ്ടിരുന്നിട്ട് വേഗം തന്നെ, ഇത് എന്ത് മധുരമാണ് ഇത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ രേവതി പറയും, ഇല്ല അമ്മ, ഞാൻ മധുരം സാധാരണ എന്നും ഇടുന്ന പോലെ ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, അമ്മയ്ക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, അച്ഛാ ഷുഗർ ഉള്ളവർക്ക് വേഗം തന്നെ മധുരം കൂടുതലായിട്ട് തോന്നാറില്ല, അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു, അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര എന്നാൽ ചായ കുടിക്കണ്ട, വാ നമുക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് നമ്മുടെ രവി വേഗം തന്നെ പറയാം കേട്ടോ.
ഇത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര പറയുകയാണ്, എനിക്ക് ഷുഗറൊന്നുമില്ല, എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, ഞാൻ ഒന്നുകൂടി കുടിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ചായ ഒന്നുകൂടെ കുടിച്ചതിന് ശേഷം ചന്ദ്ര പറയുകയാണ്, എനിക്ക് തോന്നിയത് തന്നെയാണ്, മധുരമൊക്കെ കൃത്യമായിരുന്നു രേവതി, ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ ഇതുപോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ കൃത്യമായിട്ട് ഇരിക്കണ്ടോന്ന് നമ്മുടെ രേവതിയോട് പറയുകയും ചെയ്യട്ടോ. രേവതി അടുക്കളയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര ഈ ചായ കുടിച്ചില്ലെന്നാണെങ്കിൽ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ഇവർ വിചാരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ ചന്ദ്ര അത് വലിച്ചു കുടിക്കാണ്ട് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആകെ അതിശയത്തോട് തന്നെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ സച്ചി. എന്നിട്ട് ഒരു കള്ള ചിരിച്ചുകൊണ്ട് തന്നെ സച്ചി അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ ചന്ദ്രയുടെ കൂട്ടുകാർ ഭാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭാമ ഒന്ന് കൂളിമ്പല അടിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും രവി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, ചന്ദ്ര അത് ആരാണെന്ന് നോക്കി, എനിക്ക് ആകെ ക്ഷീണമാണ്, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രവി ഉറങ്ങാൻ കിടക്കുക കേട്ടോ. ചന്ദ്ര വാതിൽ തുറക്കുന്ന സമയത്ത് ഭാമയെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഭാമേനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഭാമ. കൂട്ടത്തിൽ തന്നെ നിന്റെ പേരിലുള്ള പൂക്കളെ എന്താ തുറക്കാത്തതെന്ന് നമ്മുടെ ഭാമ കളിയാക്കുന്ന രീതിക്ക് ചോദിക്കുമ്പോഴത്തേക്കും, നീ രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുതിട്ടോ ഭാമ, ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ ദേഷ്യത്തിലാണ്, നീ മിണ്ടാതിരുന്നോളണം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതിനുശേഷം ഭാമയോടായിട്ട് ചന്ദ്ര പറയുക, എനിക്ക് നിന്നോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രവിയേട്ടൻ ഉറക്കം നടിക്കുന്നതായിരിക്കും, നമുക്ക് മുറിയിൽ പോയി സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ചെല്ലുന്നത് ശ്രീകാന്തിന്റെ വർഷയുടെ റൂമിലേക്കാണ്. എന്നാൽ അവിടുന്ന് ചന്ദ്ര വരുന്നത് വർഷ കാണുന്നില്ല. വർഷ വേഗം തന്നെ ഡോർ അടയ്ക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ ചന്ദ്ര വേഗം ഡോറിൽ തട്ടി വർഷയോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. വർഷ വാതിൽ തുറന്ന് വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് ഡോർ അടച്ചതെന്ന് ചോദിക്കുമ്പം ആൻറ്റി വരുന്നത് ഞാൻ കണ്ടില്ല ആൻറ്റി, എന്നിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കടകടയ്ക്കാണ്ട് അത് ശരിക്കും ചന്ദ്രയ്ക്ക് തിരിച്ചടി കിട്ടുകയാണ്. മാമയുടെ മുഖം വല്ലാതാവുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര പറയുകയാണ്, എന്തായാലും സുധിയുടെ റൂമുണ്ടല്ലോ അവിടെ പോയി സംസാരിക്കും, അവൻ എന്തായാലും എന്നെ ആ റൂമിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭാമയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന സമയത്താണ് ജോലിക്ക് പോകുന്നില്ല എന്ന പേരിൽ നമ്മുടെ ശ്രുതിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി തന്നെ വഴക്ക് പറയുന്ന ആരും കേൾക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് വേഗം തന്നെ ശ്രുതിയും വാതിലടയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയും ഭാമയും പുറത്തുണ്ടാകും. ചന്ദ്രയുടെ ആയിട്ടാണെങ്കിൽ ഭാമ ചോദിക്കുന്നുണ്ട്, ശ്രുതി വഴക്ക് പറയുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, ശ്രുതിയുടെ സംസാരം ഇങ്ങനെയാണ്, അവർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, രേവതി അടുക്കളയിലാണ്, നമുക്ക് രേവതിയുടെ റൂമിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ സച്ചി കിടന്നുറങ്ങായിരിക്കും കേട്ടോ. സച്ചി അമ്മയെ കാണുന്ന സമയത്ത് ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊന്ന് തനിയെ സംസാരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും, തനിയെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ എനിക്ക് മാത്രമല്ല എനിക്ക് എൻ്റെ ഇവക്കും കൂടി സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ കാണിച്ചു കൊടുക്കുകയാണ്. എന്താ രണ്ടുപേരോടും കൂടി ഒരു ആലോചന, കുടുംബം കലക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭാമയുടെ മുഖം വല്ലാതാവുന്നതുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ കടന്നു, ഞങ്ങൾ വേറെ എവിടെയും പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അവർ പോയതിന് തൊട്ടുപിറകെ തന്നെ എന്തിനായിരിക്കും അവർ വന്നത്, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഹാളിലേക്ക് ചെന്ന ഉടനെ തന്നെ ഭാമ ചോദിക്കുന്നുണ്ട്, നാളേക്ക് 40 വട്ടം നീ പറയുന്നുണ്ടല്ലോ എൻ്റെ വീടെന്ന്, ഈ ഒരു വീട്ടിൽ നിനക്ക് കിടക്കാൻ റൂം പോലും ഇല്ല ചന്ദ്ര എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ തലവിധി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.